അപ്പോ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ശിക്ഷാരീതികൾ? അത് മേൽക്കോടതിയിലൊന്ന് ബോധിപ്പിക്കാനാ ഞങ്ങൾ ഇവനെ കൊണ്ട് വന്നത്. എന്നാ ബോധിപ്പിക്ക്. അച്ഛാ, ഇവന് കൊടുത്തിരിക്കുന്ന മുറിയില് കട്ടിലില്ല, ഒരു പുൽപ്പായ മാത്ര. ആ, അത് കൊള്ളാം. തലയണയ്ക്ക് പകരം 2 ഇഷ്ടിക കൊടുത്താൽ മതി. അവളെന്നെ വെല്ലുവിളിക്കുന്നു. അമ്മയെ ഓടിച്ചതുപോലെ മകളെയും ഓടിക്കേണ്ടതായിരുന്നു പണ്ടേ. അല്ലെങ്കിൽ കൊല്ലണമായിരുന്നു. എനിക്ക് പറ്റിയ അബദ്ധം അതൊക്കെ. ചേച്ചി. ഓനെ പ്രതാപ, ചേച്ചി എന്തിനാ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നേ? സങ്കടവും വിഷമൊക്കെ ഉണ്ട് പ്രതാപ. ഞാനെല്ലാം ഉള്ളിലൊതുക്കുക. എന്തൊക്കെയായാലും ഞാൻ നൊന്തു പറ്റതല്ലേ അവനെ. എനിക്കറിയാം ചേച്ചി. പക്ഷെ എന്തു ചെയ്യാം, ആ ചെറുക്കൻ അങ്ങനെ ആയിപ്പോയി. നമ്മൾ ശ്രമിക്കാഞ്ഞിട്ടല്ലോ, മാക്സിമം അവന് വേണ്ടി നമ്മൾ ശ്രമിച്ചതല്ലേ. അവനൊന്ന് നേരാവാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാ നോക്കിയേ, എവിടെയെല്ലാം ജോലിക്കിരുത്തി. ഒരിടത്തെങ്കിലും അവൻ നേരിച്ചു വരുന്നോ? അവനോ നന്നായില്ല, ബാക്കിയുള്ളവരെ ദുഷ്പേര് കേൾപ്പിക്കുകയും ചെയ്തു. എനിക്കറിയാം പ്രതാപ. പക്ഷേ എനിക്ക് ജനിച്ച സന്തതി ഒരു നശിച്ച സന്തതിയായിപ്പോയി. ഞാനെന്ത് ചെയ്യാനാ? ചേച്ചി ഇതൊന്നും കണ്ട് കരയോ വിഷമിക്കൊന്നും വേണ്ട. ഒരു അവസാന അവസരം കൂടി ഞാൻ അവന് നൽകാം. ഇത് കൊണ്ടെങ്കിലും അവൻ നന്നാവുമെന്ന് നമുക്ക് വിശ്വസിക്കാം. നന്നായാലേ അത് അവന് കൊള്ളാം. അവൻ നന്നാവും, നമുക്ക് നോക്കാം ചേച്ചി. എന്തായാലും നമുക്ക് അവനെ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. നീ ചെയ്യുന്നതെല്ലാം അവന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം മോനെ. അവന്റെ മനസ്സൊന്ന് മാറിയാ മതിയായിരുന്നു. ഞാൻ പോകാത്ത അമ്പലങ്ങളില്ല, നേരാത്ത വഴിപാടുകളില്ല. ഇതേ കൂടുതലൊക്കെ ഞാൻ ഇനി എന്ത് ചെയ്യാനാ? ചേച്ചി സമാധാനമായിട്ടിരിക്കുക. ഇപ്പൊ എനിക്ക് അത്രേ പറയാനുള്ളൂ. നാശം, എല്ലാ പ്ലാനുകളും പൊട്ടി. സംയുക്തയെ കൊണ്ട് പ്രതാപിനെ തടവിലാക്കണമെന്ന ഉദ്ദേശവും നടപ്പിലായില്ല. ദീപകിന് അമേരിക്കയിൽ പോകാനും പറ്റിയില്ല. രാജുവിന്റെ വീട്ടിൽ ശ്രീലക്ഷ്മി തിരിച്ചെത്തുകയും ചെയ്തു. എല്ലാം അവർക്ക് അനുകൂല. നാശം. നില്ല്. എങ്ങോട്ടാ തള്ളിക്കറി പോണത്? ഇത് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡോ റെയിൽവേ സ്റ്റേഷനോ വഴിയമ്പലോ ഒന്നുമല്ല. ഇതൊരു വീടാണ്, മാന്യതയുള്ള മനുഷ്യർ താമസിക്കുന്ന വീട്. ഞാനേ ശ്രീലക്ഷ്മിയുടെ വിവരം അന്വേഷിക്കാൻ വേണ്ടി വന്നതാ. ശ്രീലക്ഷ്മിയുടെ വിവരം അന്വേഷിക്കാൻ നീ ആരാടി? അവളുടെ രക്ഷകർത്താവാ? ദേ തള്ളേ, ചൂടായാലുണ്ടല്ലോ. തള്ള ഇറങ്ങടി ഇതിനകത്തുനിന്ന്. എന്നെ ഇറക്കി വിടാൻ നിങ്ങൾ ഇവിടുത്തെ ആരാ? അതൊന്ന് അറിയണമല്ലോ. ഞാൻ ഇവിടത്തെ ആരാണെന്ന് നിനക്ക് അറിയണല്ലേടി? അത് പ്രത്യേകിച്ച് അറിയാനൊന്നുമില്ല. വലിഞ്ഞു കയറി വന്നവളാ നിങ്ങളെന്ന് ഈ നാട്ടിലെല്ലാവർക്കും അറിയാം. ആരാടി നിന്റെ നാട്ടുകാര്? അതെനിക്കൊന്ന് അറിയണമല്ലോ. എന്താ ഇവിടെ പ്രശ്നം? എന്താ അമ്മേ? ഞാൻ ശ്രീലക്ഷ്മിയുടെ വിവരം ഒന്ന് അറിയാൻ വേണ്ടി കയറി വന്നതാ. അവളുടെ മനപ്രയാസം മാറിയോ, ഹരീഷ് എങ്ങാനും മതില് ചാടി ഇങ്ങോട്ട് വന്നോന്നറിയാൻ. മനസ്സിലായല്ലോ അവളുടെ മനസ്സിലിരിപ്പ്. അറിയാതെ ആണെങ്കിൽ അവിടെ വായിന്ന് വന്നത് കേട്ടില്ലയോ? ഇവളാ രുക്മിണിയുടെ ന്യൂസ് ഏജന്റാ. ന്യൂസ് പിടിക്കാൻ വന്നതാ. ഇറങ്ങടി വീട്ടിൽ നിന്ന്. അത് ശ്രീലക്ഷ്മിയുടെ രക്ഷിതാക്കള് പറയട്ടെ. ശ്രീലക്ഷ്മിയുടെ രക്ഷകർത്താവ് ഇപ്പൊ ഞാനാ, കൊച്ചമ്മിണി. ദണ്ടേ, പരദൂഷണവും കൊണ്ട് ഈ വഴിക്ക് വന്നേക്കരുത്, പറഞ്ഞേക്കാം. നിങ്ങൾ പുറത്തേക്ക് വരുമല്ലോ, അപ്പൊ ഞാൻ ശരിയാക്കി തരാം. ഓ, ഒരു ശരിയാക്കാരി. നിങ്ങൾക്ക് എന്താ? ആരെങ്കിലും രോഗിയെ കാണാൻ വരുമ്പോ അവരെ തടയാൻ നിങ്ങൾക്ക് എന്താ അധികാരം? രോഗിയാ? ആര്? ഇവിടെ രോഗിയൊന്നുമില്ല.
ശ്രീയുടെ അസുഖമൊക്കെ മാറി. ഇനി ഇവിടെ കയറി വന്ന് പരദൂഷണം പറയാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല. എന്റെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു വലിയ മനസ്സുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഈ ഉപകാരത്തിന് എങ്ങനെ നന്ദി പറയണമെന്ന് ഞങ്ങൾക്കറിയില്ല. ദാണ്ട് ഞാനിപ്പോ ശ്രീക്ക് വേണ്ടി ചെയ്തതൊരു ചെറിയ കാര്യമൊന്നുമല്ല. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അയ്യോ, അല്ല, ഈ നന്ദി കൊണ്ട് എന്ത് പ്രയോജനം വേണു ആശാന്? കുറെ നന്ദിയും കൊണ്ട് കടയിൽ ചെന്ന അരിയും പഞ്ചാരയും കിട്ടുവോ? ഔക്കാട കിട്ടുവോ? പിസ്ത കിട്ടുവോ? അമ്മ എന്താ പറഞ്ഞു വരുന്നത്? അല്ല, ഒരത്ഭുത ഒറ്റമൂലി മരുന്നാണ് ഞാൻ ശ്രീലക്ഷ്മിക്കിട്ട് പ്രയോഗിച്ചത്. അതും വലിയ വലിയ വൈദ്യന്മാർക്ക് മാത്രം കൈവശമുള്ള മരുന്ന്. ഈ രോഗവും വെച്ചുകൊണ്ട് നിങ്ങളൊരു അലോപ്പതി ആശുപത്രി പോയിരുന്നെങ്കിൽ 2 ലക്ഷം പോയേനെ. ആയുർവേദ ആശുപത്രി പോയിരുന്നെങ്കിൽ കുറഞ്ഞത് 1 ലക്ഷം. എനിക്ക് ഒരു 15,000 രൂപ തന്നാ മതി. രൂപ ഞങ്ങൾ തരും, ഉറപ്പാ. ഈ ഉപകാരം ചെയ്തത് ഞങ്ങൾ മറക്കുകയില്ല. പിന്നെ ഞാൻ കാശ് ചോദിച്ചോണ്ട് ആരും പിണങ്ങരുത്. പിന്നെ അറിയാവുന്ന പടി ഫ്രീ ആയിട്ട് ചെയ്യരുതെന്നാണ് എൻ്റെ അച്ഛൻ പാൽക്കാവടി പത്മനാഭൻ വൈദ്യര് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ. തക്കം കിട്ടിയ ഇവര് നമ്മളെ മൊത്തം വിഴുങ്ങും. ഒരമ്മിണി വൈദ്യര്. എനിക്കറിയാം ചേച്ചി, അവളുടെ കാര്യമൊക്കെ നമുക്ക് നോക്കാം. അവള് അത് നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാം. ചേച്ചി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പ്രതാപേട്ട, ഇന്ന് മെഡിസിൻ കഴിച്ചില്ലല്ലോ. ഇതാ. ആ, ഇതെന്താ പൂജപ്പുര സെന്റർ ജയിലോ? പ്രതിയെയും കൊണ്ട് പോലീസുകാർ കോടതിയിൽ പോകുന്ന പോലെയാണല്ലോ ഇവനെയും കൊണ്ട് നിങ്ങൾ രണ്ടാളുടെയും വരവ്. അപ്പോ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ശിക്ഷാരീതികൾ? അത് മേൽക്കോടതിയിലൊന്ന് ബോധിപ്പിക്കാനാ ഞങ്ങൾ ഇവനെ കൊണ്ട് വന്നത്. എന്നാ ബോധിപ്പിക്ക്. അച്ഛാ, ഇവന് കൊടുത്തിരിക്കുന്ന മുറിയില് കട്ടിലില്ല, ഒരു പുൽപ്പായ മാത്ര. ആ, അത് കൊള്ളാം. തലയണയ്ക്ക് പകരം 2 ഇഷ്ടിക കൊടുത്താൽ മതി. തലയണ കൊടുക്കണ്ട. ഇഷ്ടികയും കൊടുക്കണോ? ഏയ്, കൊടുത്തേക്ക്. തിരിട്ട് പയലാണെങ്കിലും മൂഞ്ചി പാത്ത അപ്പാവി മാതിരി. ആ ശരി അച്ഛാ, ഇഷ്ടിക കൊടുക്കാം. മുറിയില് AC ഇല്ല, ഫ്രിഡ്ജും ഇല്ല, കോസ്മെറ്റിക് ഐറ്റംസ് ഒന്നുമില്ല. എന്തിനേറെ പറയുന്നു, വാഷ്റൂമില് വെള്ളം വേണമെങ്കിൽ ഇവൻ കോരിക്കൊണ്ട് വെക്കണം. അതൊക്കെ അങ്ങനെ തന്നെ വേണം. അതല്ലേ ശിക്ഷ. അതിരിക്കട്ടെ, ഫാൻ ഉണ്ടോ? ഉണ്ടായിരുന്ന ഫാൻ മാറ്റി ഒരു പഴയ ഫാൻ ഇട്ടു. അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് നിന്ന് പുനലൂർ വഴി മധുരയ്ക്ക് പോകുന്ന ട്രെയിനിന്റെ ശബ്ദം.